മധ്യപ്രദേശിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ തുടരുമ്പോഴും കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകളില്ല എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘ തലവൻ. മാധ്യമപ്രവർത്തകൻ അക്ഷയ് സിംഗിന്റെ മരണത്തിന് വ്യാപകമായി ബന്ധമില്ലെന്നും നാടൻ മദ്യം കഴിച്ചതാകാം മരണകാരണമെന്നാണ് ലഭിച്ച വിവരമെന്നും അന്വേഷണ സംഘ തലവൻ ചന്ദ്രേഷ് ഭൂഷൺ റിപ്പോർട്ടറോട് പ്രതികരിച്ചു. നരേന്ദ്ര സിംഗ് തോമർ കഴിഞ്ഞ 29-ന് ഇൻഡോർ ജയിലിൽ കൊല്ലപ്പെട്ടു. മരണകാരണം ഹൃദയാഘാതമെന്ന് പോലീസ്. ദീപക് വർമ്മ വ്യാപം നിയമന തട്ടിപ്പ് കേസിലെ ഇടനിലക്കാരൻ 2010 ഇൻഡോറിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ശ്യാംവീർ ജാദവ് 2010 ജൂൺ 14-ന് ഗ്വാളിയോറിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇവരെല്ലാം വ്യാപം കേസിലെ പ്രതികൾ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു. എന്നാൽ ദുരൂഹമരണങ്ങൾ തുടരുമ്പോഴും ഇത് കൊലപാതകമാണോന്ന് സ്ഥിരീകരിക്കാൻ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് സംഘത്തലവനായ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ചന്ദ്രേഷ് ഭൂഷൺ പറയുന്നത്. ജാബുവയിൽ അഭിമുഖത്തിനിടെ മരിച്ച മാധ്യമപ്രവർത്തകൻ അക്ഷയ് സിംഗിന്റെ മരണത്തിലെ ദുരൂഹതകളും ഭൂഷൺ തള്ളിക്കളയുന്നു. നാടൻ മദ്യം ഉപയോഗിച്ചതാകാം മരണകാരണമെന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്ന് ചന്ദ്രേഷ് ഭൂഷൺ റിപ്പോർട്ടറോട് പറഞ്ഞു. Normally a person doesn't die at that age, but it was not a death connected with people. As far as the report comes to us, the death is because of consumption of some alcohol intoxicating material by the journalist at that time. അക്ഷയ് സിംഗിന്റെ ആന്തരികാവയവങ്ങൾ ദില്ലി എയിംസ് ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുമ്പോഴാണ് SIT തലവന്റെ പരാമർശം. ഭീതി പടർത്തി വ്യാപം മരണം തുടരുമ്പോഴും മരണത്തിന് പിന്നിലെ ദുരൂഹത നുള്ളിക്കളയുകയാണ് അന്വേഷണ സംഘ തലവൻ. മരണത്തിനു പിന്നിലെ ചുരുൾ നിവർത്താതെ മരണങ്ങൾക്ക് വ്യാപവുമായി ബന്ധമില്ലാത്ത നിലപാടാണ് അന്വേഷണ സംഘ തലവൻ സ്വീകരിക്കുന്നത്. ഭോപ്പാലിൽ നിന്നും ക്യാമറമാൻ ജഗദീഷ് ബിഷിനൊപ്പം ER രാഗേഷ്, റിപ്പോർട്ടർ.